ഓക്കെ, വെൽക്കം ബാക്ക് ടു സ്കിൽ ആൻഡ് സ്പാർക്ക്. മാറുന്ന ലോകവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോക്കാം നമുക്ക് സ്കിൽ ആൻഡ് സ്പാർക്ക് സ്പെഷ്യൽ വീഡിയോയിലൂടെ. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അത്ഭുതകരമായ ഒരു കാലഘട്ടത്തിലാണ്. പണ്ട് നമ്മൾ മനുഷ്യർ മാത്രം ചെയ്തിരുന്ന പല ജോലികളും ഇന്ന് കമ്പ്യൂട്ടറുകൾ നിമിഷ നേരം കൊണ്ട് ചെയ്യുന്നു. ChatGPT മുതൽ ഡ്രൈവർ ഇല്ലാ കാറുകൾ വരെ അതിന് ഉദാഹരണങ്ങളാണ്. AI നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ജോലികളെ ബാധിക്കുമോ? നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? അതോ തയ്യാറെടുക്കണോ? നോക്കാം. യഥാർത്ഥത്തിൽ എന്താണ് AI? ലളിതമായി പറഞ്ഞാൽ, നമ്മൾ മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കമ്പ്യൂട്ടറുകളെ പ്രാപ്തരാക്കുന്ന വിദ്യ. ഇതാണ് AI. നമ്മൾ ഗൂഗിൾ തിരയുമ്പോഴും യൂട്യൂബ് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ നമുക്ക് മുന്നിലേക്ക് തരുന്നതും എല്ലാം AIയുടെ പ്രവർത്തനം മൂലമാണ്. ഇനി നമുക്ക് AI ഏതെല്ലാം മേഖലയെ ബാധിക്കുമെന്ന് നോക്കാം. ഒന്ന്, ഡാറ്റ എൻട്രി ആൻഡ് അക്കൗണ്ടിങ്. രണ്ടാമത്തത്, കസ്റ്റമർ സർവീസ്. ഇന്ന് പല ആപ്പുകളുടെയും ചാറ്റ് ബോട്ടുകൾ AI ആണ്. മൂന്നാമത്തത്, ക്രിയേറ്റീവ് മേഖലകൾ. മ്യൂസിക് കമ്പോസ് ചെയ്യാനും ചിത്രങ്ങൾ വരയ്ക്കാനും എന്തിനേറെ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കാൻ വരെ AI ടൂളുകൾ ലഭ്യമാണ്. ജോലി പോകുമോ? AI വന്നാൽ നമ്മുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് പലരും ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കമ്പ്യൂട്ടർ വന്നപ്പോൾ ടൈപ്പ് റൈറ്റർമാരുടെ ജോലികൾ നഷ്ടമായി. പകരം ലക്ഷക്കണക്കിന് പുതിയ ജോലികൾ IT മേഖലയിൽ കടന്നു വന്നു. അതുപോലെ തന്നെയാണ് AI. നിലവിലുള്ള ചില ജോലികൾ നഷ്ടമായേക്കാം. എന്നാലും AI കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരും. AI നിങ്ങളെ മാറ്റി സ്ഥാപിക്കില്ല. AI ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ ഒരുപക്ഷെ നിങ്ങളെ മാറ്റി സ്ഥാപിച്ചേക്കാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കില്ലുകളെ അപ്ഡേറ്റ് ചെയ്യണം. AIയെ ഒരു ശത്രുവായി കാണാതെ ജോലികൾ എളുപ്പമാക്കാനുള്ള ഒരു സഹായിയായി കാണണം. പുതിയ ടൂളുകളെ കുറിച്ച് പഠിക്കുക, ക്രിയേറ്റീവായി ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നത് AI നല്ലതാണോ അതോ ദോഷമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ടെക് ഇൻഫർമേഷൻ വീഡിയോകൾക്കായി സ്കിൽ ആൻഡ് സ്പാർക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. AIയും ദുബായും നോക്കാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ.